ഹായ് ഗായ്സ്, കണ്ടേ ഇതുപോലൊരു കുളം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഫുള്ള് വരാൽ കിടപ്പുണ്ട്. നമ്മൾ വേറെ വേറെ തീറ്റകളിട്ട് നോക്കി, മീനെ കോർത്തൊക്കെ ഇട്ട് നോക്കി, എന്നിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ മീനുകൾ ഒത്തിരി ഉണ്ട്, ആക്ടിവിറ്റി ഉണ്ട് വരാലിൻ്റെയൊക്കെ. നിങ്ങൾ ഈ പറയുന്ന സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സംഭവം വെട്ടുചൂണ്ട തന്നെയാണ്. നമ്മൾ വെട്ടുചൂണ്ടയിനകത്ത് പരലിനെ കോർത്തിടും, പള്ളത്തി, പിന്നെ കൈതക്കൊര, കല്ലേമുട്ടി എന്ന് പറയുന്ന മീൻ, അതെല്ലാം കോർത്തിടും. അതുപോലെ തന്നെ ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ മീനിലൊന്നും എനിക്കിവിടെ റിസൾട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. പലയിടത്തും വേറെ വേറെ സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ടായിരിക്കും. നമ്മുടെ ഈ കുളത്തിൽ വട്ടോൻ അല്ലെങ്കിൽ ഞങ്ങളിവിടെ പൊത്തൽ എന്ന് പറയും. കണ്ടു കഴിഞ്ഞാൽ വരാലിനെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നൊരു സാധനം. ഇത്രയൊക്കെ അധികം വലിപ്പം വരത്തില്ല, ഇത്രയൊക്കെ വരത്തുള്ളൂ. നമ്മുടെ പുതുമഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇവനെ കിട്ടും. ആശാൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടയിട്ട് ചെറിയൊരു വരയെ കോർത്ത് വെച്ചാൽ മതി, കയറി അങ്ങ് പിടിച്ചോളും. പിടിക്കുമ്പോൾ അവനെ പൊക്കുന്ന കൂട്ടത്തിൽ ഒന്ന് വേദനിച്ച് അവൻ ചൂണ്ടയിൽ നിന്ന് ഊരിപ്പോയി കഴിഞ്ഞാലും പിന്നെ ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചാടി കയറി പിടിക്കും ആശാൻ. അങ്ങനത്തെ ഒരു ആശാനാണ്. അപ്പോൾ അവനെ പിടിച്ചിട്ട് നമ്മളൊന്ന് കോർത്തിട്ട് നോക്കിയാണ്ടല്ലോ പക്ക റിസൾട്ടാണ്. പക്ഷേ കോർത്തിടുന്നത് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്യണം. അതായത് കുപ്പിയുടെ അകത്ത് നീളത്തിൽ കോർത്തിട്ട് സാധാരണ വെട്ടിച്ചൂണ്ട ചെയ്യത്തില്ലയോ, ആ രീതി ചെയ്ത് കഴിഞ്ഞാലൊന്നും പക്ക റിസൾട്ട് കിട്ടത്തില്ല. നമ്മുടെ ഇവിടുത്തെ കാര്യം കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പക്ക വരാലടിക്കും. എനിക്ക് ഒരു 4 വരാലെങ്കിലും ഇവിടുന്ന് ഇപ്പോൾ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോസ് കൂടെ കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആ ട്രിക്ക് നിങ്ങളെ ഞാൻ ഇന്ന് പഠിപ്പിക്കാം. അപ്പോൾ അതാണ്ട് ഒരു ചെറിയൊരു ഹുക്കില്ല, അതാണ്ട് ഇത്ര ഒരു നൂല് ഇട്ടിട്ട് നമ്മൾ അതിനെ പിടിക്കാൻ പോവാം കേട്ടോ. എന്താണ്ട് ഇത്ര നല്ല തെളിഞ്ഞ വെള്ളമുള്ള സ്ഥലമാണ്. അതാണ്ട് കണ്ടോ, ചേമ്പിലേക്ക് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് നൈസായിട്ടൊന്ന് ചെറിയൊരു ഹുക്ക് മതി, ഒന്ന് ഇട്ടെടുക്കാം. അവിടോട്ടൊന്ന് ഇട്ടെടുക്കുമ്പോൾ ആശാൻ വന്ന് വെട്ടിക്കോളും. അവിടെ ഉണ്ട്. അവന്മാർ ഈ പാത്ത് എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ട് കൂടി കിടന്നു ഉണ്ട്, കൊത്തുന്നുണ്ട്. ഈ കരിയിലയുടെ ഇടയ്ക്ക് നല്ല തെളി വെള്ളം, അവിടെ ഇങ്ങനെ പാത്തിരിക്കുമാർ കണ്ടോ, ഒന്ന് കൊത്തുന്നുണ്ട്. കണ്ടോ, ഒരുത്തൻ ലോക്കായി എന്ന് തോന്നുന്നു. ഇല്ല, ലോക്കായിട്ടില്ല. എനിക്കവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് സൂം ചെയ്ത് നോക്കട്ടെ. എന്താ നൈസായി. വേണ്ട, അങ്ങനെ കുഴപ്പമുണ്ട്. പക്ഷെ കൊത്താനായിട്ട് കുറച്ച് വരെ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം എന്ത് ഇതാ കണ്ടോ, ഇതിനാണ് ആ സാധനം. ഇതാ ഇത്രയും ചെറുതാണോ. ഇതാ ഇതാ കണ്ടു കഴിഞ്ഞാൽ ഒരു വരാലിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. കണ്ടോ, ഇവനെയാണ് നമ്മൾ കോർത്തിടാൻ പോകുന്നത്. പിന്നെ മീൻ ഇതാ ഒന്നും കൂടെ അടുത്ത് കാണിക്കാം. ഇവനാ കേട്ടോ. ഇതാ കണ്ടോ, വരാൽ ചെറുമീനൊക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആണ്ട് ഇവിടെ ഇങ്ങനെ ഓറഞ്ച് കളറും ഈ ചെറുമീൻ്റെ കളറൊക്കെ വരത്തില്ലേ, അതുപോലെയൊക്കെ തന്നെ. പക്ഷേ കുറച്ച് വലുതാകുമ്പം ഇവൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറും. കണ്ടോ. അപ്പോൾ നമ്മുടെ വെള്ളത്തിലിങ്ങനെ മുട്ടിയില്ല എന്ന് പറഞ്ഞ് വെക്കണം. അപ്പം അതിനകത്തും കിടക്കുന്ന നല്ലോണം കളിക്കും. അപ്പോൾ വരാൽ നല്ലോണം അടിക്കും. ഓക്കെ, അപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം പറയാം. എന്താ, നമ്മുടെ ചൂണ്ട എടുക്കുന്നു. ഇതിൻ്റെ തലയുണ്ടല്ലോ, തലേന്ന് കുറച്ച് പുറകിലോട്ട് മാറ്റിയിട്ട് പതുക്കെ ഒന്ന് കുക്ക് ചെയ്ത് തരുക. അതിങ്ങനെ ഇതിനൊരു മുള്ളുണ്ട്, ഇതിൻ്റെ മുള്ളുണ്ടല്ലോ, അതിലൊന്നും കൊള്ളാൻ പാടില്ല. മുള്ള കൊണ്ടു കഴിഞ്ഞാൽ കത്തു. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് വെള്ളത്തിൽ തൊട്ടില്ല എന്നിങ്ങനെ കിടക്കണം. ചാവാനും പാടില്ല, മനസ്സിലായോ? എന്നിട്ട് ഇതെവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെക്കണം. ഇതിങ്ങനെ കിടക്കണം, ഇങ്ങനെ കടന്നത് കളിക്കും കേട്ടോ. അപ്പം വരാൽ പെട്ടെന്ന് അടിക്കും. അപ്പോൾ നമുക്ക് ആ സൈഡിൽ കൊണ്ടുവന്നിടാം. അതിന് കേട്ടോ, മീൻ ഇങ്ങനെ ഇടന്ന് ചാടി കളിക്കുമ്പം വരലടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഉണ്ടോ, മണ്ടയിൽ ഇങ്ങനെ കിടന്ന് കളിക്കും. അതാണ് മിക്ക വരാലും അടിക്കാൻ നല്ല
ചാൻസ്. അപ്പോൾ തന്നെ നമ്മൾ മുമ്പ് ഇട്ട് വെച്ചൊരു ചൂണ്ട ഉണ്ടല്ലോ, അപ്പോൾ അത് നോക്കാൻ വന്നേക്കുവാ. നമ്മൾ ലൈവ് ആയിട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ മീനെ. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം മീൻ വല്ല അടിച്ചിട്ടുണ്ടോ. അത് ചെറിയ മീനായതുകൊണ്ട് തന്നെ ഈ കരിയില പായൽ അതിനകത്ത് കയറിയിരിക്കും. അപ്പോൾ വലിയ വരാലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനടിക്കാൻ പിടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം, അത് കറക്റ്റ് അല്ലെങ്കിൽ അതിനൊന്ന് റെഡിയാക്കി വെച്ചിട്ട് പോവാം. ഇതാ ഇതിലെ കൂടെ വന്നിട്ട് ഉണ്ട്. അതോ കുറച്ച് വലിഞ്ഞിപ്പുണ്ട്. ഇനി ആമ പിടിച്ചിട്ടുണ്ടോ മീൻ പിടിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് കുറച്ച് ടൈറ്റായിട്ട് നിൽപ്പുണ്ട്. മീനുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. മീൻ പോയെന്ന് തോന്നുന്നു, മീനെ വലിച്ചെടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. നോക്കട്ടെ, എന്തോ ഫുള്ളിത് കുരുങ്ങി കണ്ടോ. എന്താ ഇതിനകത്തൊരു വരാൽ കണ്ടോ, എന്താ ഒരു വരാലടിച്ചിട്ടുണ്ട്. അപ്പം ലൈവ് ബൈറ്റ് ഉണ്ടല്ലോ, പക്കാ റിസൾട്ടാണ് കേട്ടോ, നല്ല റിസൾട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതാ നമ്മളിവിടെ ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്, അതിലേതോ ഒന്നടിച്ച്. എന്തോ ഇപ്പം അടിച്ചതെന്ന് നമുക്ക് പോയി നോക്കേണ്ടി വരും. വലിച്ചതാ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോയി. അത് ടൈറ്റായിട്ട് അങ്ങോട്ട് നിൽപ്പുണ്ടോ, ഈ ഭാഗത്തോട്ട് നിൽപ്പുണ്ട്. എന്തുവാ, ഓ ആമയാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് നല്ല വലിക്കുന്നുണ്ട്. അയ്യോ വലിയ സൈസ് ഒരു വരാൽ, നിങ്ങൾ കണ്ടോ. അയ്യോ എൻ്റെ ദൈവമേ, അല്ല കിണ്ണം കാച്ചൊരു വരാൽ. താണ്ടേ, ഓ അയ്യോ താണ്ടേ വരാൽ, ആണ്ട കണ്ടോ കണ്ടോ, നല്ല സൈസ് ഒരു വരാൽ. കണ്ടോ നല്ലൊരു വരാൽ അടിച്ചിട്ടുണ്ട്. അവനെ പൊക്കി കരയിൽ കയറണം, അതാണ് നമ്മൾ നോക്കണ്ടേ. ഇതാ ഒറ്റയ്ക്കാണ് വന്നത്, അതുകൊണ്ട് ഇതിനെ എടുക്കുന്നത് സീന. പൊക്കുമ്പോൾ ഊരിയെല്ലാം പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ സീന. ഇതാ വരാൽ കണ്ടോ, ഇതാ അയാളുടെ സൈസ് കണ്ടോ. ഇതാ നമ്മളാണ്ട് ചെറിയൊരു മീനെ ഇങ്ങനെ ലൈവ് ബൈറ്റായിട്ട് കോർത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ സൈസ് ഉണ്ടോ ഒരാളുടെ, ഇതാ വലിയൊരു സൈസ്.